ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തരിക, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥൻ, ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനക്കാരൻ, ക്ഷമയും സഹനവും ആയുധങ്ങളാക്കിയ വൈദികൻ, അധ്യാപകരുടെയും സഹപാഠികളുടെയും മുൻപിൽ ശുദ്ധ മണ്ടൻ, വിശുദ്ധ ജോൺ മരിയ വിയാനി. ദൈവഭക്തി മങ്ങിപ്പോയ ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിലെ ഇടവക വികാരിയായി നിയമിതനായ വിയാനി അച്ഛൻ അവിടേക്കുള്ള വഴി അന്വേഷിക്കുവാനായി ഒരു ഇടയച്ചെറുക്കനോട് സഹായം അഭ്യർത്ഥിക്കുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത്. 73 വത്സരത്തെ വിശുദ്ധ ജീവിതത്തിനു ശേഷം 1759 ഓഗസ്റ്റ് 4 സ്വർഗീയ പൂന്തോട്ടത്തിലേക്ക് പറിച്ചുനട്ട സ്വർഗീയ സൂനം. വിശുദ്ധ കുംഭസാരത്തിലൂടെയും തീഷ്ണതയേറിയ വചന പ്രഘോഷണത്തിലൂടെയും നിരാശയിലും പാപച്ചുഴികളിലും കിടന്നിരുന്ന നിരവധി ആത്മാക്കളെ യേശുവിനെ നേടിക്കൊടുത്ത ഈ വിശുദ്ധ വൈദികരെ തിരുസഭ അനുസ്മരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 4. ആദ്യമായി ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായ എല്ലാ വൈദികർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ഇന്ന് നമുക്ക് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര ചെയ്താലോ? ഭക്തരായ കർഷകരായിരുന്നു ജോണിന്റെ മാതാപിതാക്കൾ. ജോണിന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം അവനെ കാണാതായി. തൊഴുത്തിന്റെ ഒരു മൂലയിൽ മാതാവിന്റെ തിരുസ്വരൂപം മാറോട് ചേർത്ത് വെച്ച് ജപമാല ചൊല്ലുന്ന ജോണിനെയാണ് അവന്റെ അമ്മ അപ്പോൾ കണ്ടത്. ചെറുപ്പം മുതലേ സ്വർഗീയ ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഇല്ലാതിരുന്ന ജോൺ 20-ാം വയസ്സിൽ സെമിനാറിൽ ചേർന്നുവെങ്കിലും ലത്തീൻ ഭാഷ തീർത്തും ദുഷ്കരമായിരുന്നു. മാതാവിന്റെ മാധ്യസ്ഥത്താൽ 1815 ഓഗസ്റ്റ് 13 പൗരോഹിത്യം സ്വീകരിച്ച ഈ വന്ധ്യ പുരോഹിതൻ പൗരോഹിത്യം വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിൽ മാത്രമേ വൈദികരുടെ മഹത്വം മനസ്സിലാക്കുകയുള്ളൂ. ഭൂമിയിൽ അത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യർ പേടികൊണ്ടല്ല, സ്നേഹം കൊണ്ട് മരിക്കുമായിരുന്നേനെ. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ മരണം വരെയുള്ള ഒരു ആത്മീയ സാന്നിധ്യമാണ് ഓരോ പുരോഹിതനും. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്നെയും നിന്നെയും ഇത്രയും ആത്മീയമായും ഭൗതികമായും വളർത്തുന്നതിന് പിന്നിൽ എത്രയോ പുരോഹിതന്മാരുണ്ട്. ഇത്രമേൽ നന്മ ചെയ്തിട്ടും നാം അവർക്ക് വേണ്ടി എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവിനെ സ്വീകരിക്കുന്ന അവരുടെ അധരങ്ങളും കർത്താവിനെ പ്രതിഷ്ഠിക്കുന്ന അവരുടെ ഹൃദയങ്ങളും കർത്താവിന്റെ തിരിച്ചറി രക്തങ്ങൾ നമുക്ക് പകർന്നു തരുന്ന അവരുടെ കരങ്ങളും കർത്താവിനെ വഹിക്കുന്ന അവരുടെ ജീവിതവും എന്നും നിർമ്മലമായിരിക്കുവാൻ നാം നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ ഇടവകയാവുന്ന കുടുംബത്തിന്റെ പിതാക്കന്മാരാണ് വൈദികർ. അവരെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. വിശുദ്ധ കുർബാനയിൽ നാം അവസാനം ഇങ്ങനെയൊരു പ്രാർത്ഥന ചൊല്ലാറില്ലേ: ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെയും മാതാവായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് തിരുവാത്സക്യം, ആലപ്പുഴ തുമ്പോളി യൂണിറ്റ്.